ഹായ് ഓൾ. ഇന്നത്തെ ക്വാണ്ടിറ്റി സർവേയിങ് ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലോക്സ് പെർ എം സ്ക്വയർ കാൽക്കുലേഷൻ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ 1 മീറ്റർ ലെങ്ത്തും 1 മീറ്റർ ഹൈറ്റുമുള്ള ഒരു വാള് നിങ്ങൾ സങ്കല്പിക്കുക. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. ഓക്കെ, ഈ ഒരു ലെങ്ത് 1 മീറ്റർ ആണെന്നും ആൻഡ് അതിന്റെ ഹൈറ്റ് 1 മീറ്റർ ആണെന്നും വിചാരിക്കാം. ഈ ഒരു വാളിൽ എത്ര ബ്ലോക്സ് വേണം എന്നുള്ളതാണ് നമ്മൾ ബ്ലോക്സ് പെർ എം സ്ക്വയറിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ ബ്ലോക്സിന്റെ സൈസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത് 400 mm ലെങ്ത്, അതുപോലെ തന്നെ 200 mm ഹൈറ്റ് ആൻഡ് 100 mm തിക്നെസ് വരുന്ന ബ്ലോക്കാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അതിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഡിവൈഡഡ് ബൈ 1000 ചെയ്യുന്നു. അങ്ങനെ നമ്മൾക്ക് ഓരോന്നും മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. 0.4 മീറ്റർ, 0.2 മീറ്റർ ആൻഡ് 0.1 മീറ്റർ. ഇനി നമ്മൾ ഇത് എം സ്ക്വയറിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബ്ലോക്സ് പെർ എം സ്ക്വയർ ആണല്ലേ. സോ നമുക്ക് ഒരു ഫേസിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഒരു ഫേസിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ ഇതാണ് ഒരു ഫേസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇതിന്റെ ഏരിയ എന്ന് പറയുന്ന സമയത്ത് 0.4 മൾട്ടിപ്ലൈഡ് ബൈ 0.2 ആണ് വരിക അല്ലെ. സോ ആ ഒരു കാൽക്കുലേഷൻ നമുക്ക് ആദ്യം ചെയ്യാം. ഏരിയ ഓഫ് 1 block face which is equal to 0.4 multiplying with 0.2, that is 0.08 meter square എന്ന് വരും. ഓക്കെ, സോ നമുക്ക് ഏരിയ ഓഫ് 1 ബ്ലോക്ക് ഫേസ് കിട്ടി. ഇനി ടോട്ടൽ ബ്ലോക്ക് റിക്വയർഡ് പെർ എം സ്ക്വയർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതൊന്ന് ചെയ്ത് നോക്കാം. ടോട്ടൽ ബ്ലോക്ക് റിക്വയർഡ് പെർ എം സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം 1 മീറ്റർ ലെങ്ത്തും 1 മീറ്റർ ഹൈറ്റും ആണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു ടോട്ടൽ ഏരിയയിൽ എത്ര ബ്ലോക്സ് കൊള്ളും എന്നുള്ളതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് അല്ലെ. So 1 divided by 0.08, that is area of 1 block face. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് 12.5 നമ്പേഴ്സ് ആണ് കിട്ടുന്നത്. ഓക്കെ, സോ നമ്മൾ ചെയ്തത് ടോട്ടൽ ഏരിയയിൽ 1 m സ്ക്വയർ ആണ് ഏരിയ വരിക അല്ലെ. അപ്പൊ ആ ഒരു 1 m സ്ക്വയറിൽ എത്ര ബ്ലോക്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ കാൽക്കുലേഷൻ ആണ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തത്. ജസ്റ്റ് ഒന്നുകൂടി പറയാം. ബ്ലോക്സ് പെർ എം സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്തത് 1 ബ്ലോക്ക് ഫേസിന്റെ ഏരിയ കണ്ടുപിടിച്ചു. ഇത് ഈ ഒരു ഡയമെൻഷൻ തന്നെ ആവണം എന്നില്ല നമ്മൾ ചൂസ് ചെയ്യുന്ന ബ്ലോക്സിന് ഉണ്ടാവുന്നത്. അതിനനുസരിച്ച് ഇതിന്റെ വേരിയേഷൻസ് വരും. സോ 1 m സ്ക്വയറിലുള്ള ബ്ലോക്ക് വർക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് വേണ്ടത് നമ്മളുടെ ഡ്രോയിങ്ങിൽ എത്ര ലെങ്ത് വന്നിട്ടുണ്ട്, ബ്ലോക്ക് വർക്ക്സിന് എത്ര ലെങ്ത് ആണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. സോ അതിലേക്ക് കടക്കാം. ഓക്കെ, ഈ ഒരു പ്ലാന് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഒരു ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ ആണ്, ഒരു ഫ്രെയിംഡ് സ്ട്രക്ചറിന്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ ആണ് കാണുന്നത്. സോ ഇതിൽ 2 മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ബ്ലോക്ക് വർക്കിന്റെ കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് സെൻട്രൽ ലൈൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം, ഒന്ന് ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. സെൻട്രൽ ലൈൻ മെത്തേഡ് വെച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ സെൻട്രൽ ലൈൻസ് ആണ് കൺസിഡർ ചെയ്യുക. അതായത് ഈ ഒരു ബ്ലോക്ക് വർക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഹാഷ് മാർക്ക് ചെയ്തിട്ട് കാണിച്ചിരിക്കുന്ന ആ ഒരു പോർഷൻസ് ആണ് ബ്ലോക്ക് വർക്ക് വരുന്നത്. ഈ ഒരു പ്ലാനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് 200 mm തിക്നെസ് വരുന്ന വാള് വരുന്നുണ്ട്. അതുപോലെ തന്നെ 150 തിക്നെസ് വരുന്ന, ഇവിടെ 150 തിക്നെസ് വരുന്ന വാൾസ് ഉള്ളിൽ വരുന്നുണ്ട്. ഇതുപോലെ തിക്നെസ് കുറവുള്ള വാൾസ് വരുന്നുണ്ട്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ടോട്ടൽ ലെങ്ത് ഓഫ് ദി ബ്ലോക്ക് വർക്ക്സ് കണ്ടുപിടിക്കാം. 200 mm തിക്നെസ് വരുന്ന വാൾ ആണെന്നുണ്ടെങ്കിൽ അത് ഒരുമിച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സോ എങ്ങനെയാണ് വരിക? നമുക്ക് അതിന്റെ സെൻട്രൽ ലൈൻ മെത്തേഡ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ അതിന്റെ സെൻട്രൽ ലൈൻ കാൽക്കുലേഷൻ നടത്തും. ടോട്ടൽ സെൻട്രൽ ലൈൻസ് നമ്മൾ കണ്ടുപിടിക്കും ആൻഡ് 150 mm തിക്നെസ് വാള് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ ആ ഒരു ബ്ലോക്ക് വർക്കിന്റെ കാൽക്കുലേഷൻ ചെയ്യും. അപ്പൊ നമ്മൾ ഉള്ളിൽ വരുന്ന വാൾസ്, നിങ്ങൾക്ക് അറിയാം സെൻട്രൽ ലൈൻ മെത്തേഡ് ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉള്ളിൽ വരുന്ന വാളുകൾ
നമ്മൾ ഇൻ ട്വിൻ ഡയമെൻഷൻസ് ആണ് എടുക്കാറുള്ളത്. അത് സെന്റർ ടു സെന്റർ ആയിട്ട് നമ്മൾ എടുക്കില്ല അല്ലെ. അതായത് ഈ ഒരു വാൾ ടു ഈ ഒരു വാൾ വരെയുള്ള ഇൻ ട്വിൻ ഡയമെൻഷൻസ് ആണ് നമ്മൾ എടുക്കുക. ഇതുവരെയുള്ള ഡയമെൻഷൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു സൂപ്പർവൈസർ റൂം ആൻഡ് ബാത്റൂം പാർട്ടീഷൻ ചെയ്യുന്ന വാളും 150 mm തിക്നെസ് ആണ് വന്നിട്ടുള്ളത്. സോ അതും നമ്മൾ ഇൻ ട്വിൻ ഡയമെൻഷൻസ് ആണ് കൺസിഡർ ചെയ്യുക. ഇതല്ലെങ്കിൽ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡ് ആണ്. ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡ് എന്ന് പറയുന്ന സമയത്ത് ആ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഏത് വാളാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന അതിൽ ലോങ് ആയിട്ടുള്ള വാളുകളിനെ നമ്മൾ ഔട്ട് ടു ഔട്ട് ഡയമെൻഷൻസ് ആണ് എടുക്കുക. ഔട്ട് ടു ഔട്ട് ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു വാളിന്റെ എൻഡ് മുതൽ ഈ ഒരു വാളിന്റെ എൻഡ് വരെയാണ് ഡയമെൻഷൻസ് കൺസിഡർ ചെയ്യുക. ഇനി ഈ രണ്ട് വാൾസ് നമ്മളിപ്പം ലോങ് വാൾ ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കണക്ട് ചെയ്ത് വരുന്ന വാൾസിനെ നമ്മൾ ഷോർട്ട് വാൾസ് ആയിട്ടാണ് എടുക്കുക. ഷോർട്ട് വാൾസ് നമ്മൾ എപ്പോഴും ഇൻ ട്വിൻ ഡയമെൻഷൻസ് ആണ് എടുക്കുക. ഒരു വാൾ തൊട്ട് അടുത്ത വാൾ വരെയുള്ള ആ ഒരു ഇൻ ട്വിൻ ഡയമെൻഷൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ ഇതില് ഇതുപോലെ ഇൻ ട്വിൻ ഡയമെൻഷൻസ് ആയിരിക്കും നമ്മൾ ഓരോന്നിന്റെയും കൺസിഡർ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡോ അല്ലെങ്കിൽ സെന്റർ ലൈൻ മെത്തേഡോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ടോട്ടൽ ലെങ്ത് ഓഫ് ദി വാള് കാണാനായിട്ട് പറ്റും. ഇനി ടോട്ടൽ ലെങ്ത് ഓഫ് ദി വാള് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് വരുന്നത് ഹൈറ്റ് ഓഫ് ദി വാൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഹൈറ്റ് ഓഫ് ദി വാൾ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് ഹൈറ്റ് മനസ്സിലാക്കാനായിട്ട് പറ്റും. ടോട്ടൽ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് എത്രയാണെന്ന് നമുക്കറിയാം. ഈ ഒരു ഫിഗർ അല്ലെങ്കിൽ സെക്ഷൻ ഡ്രോയിങ്സ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഹൈറ്റ് ഓഫ് ദി റൂം കിട്ടും. സോ ആ ഒരു ഹൈറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ബ്ലോക്ക് വർക്ക് ഇൻ എം സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മൾ ബ്ലോക്ക് വർക്ക് ഇൻ എം സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച പോലെ എത്രയാണ് ആ ഒരു വാല്യൂ ഡിവൈഡഡ് ബൈ ആ ഒരു ബ്ലോക്ക് വർക്ക് പെർട്ടിക്കുലർ ബ്ലോക്ക് വർക്ക് നിങ്ങളുടെ സൈറ്റിൽ ഏത് ബ്ലോക്ക് വർക്കിന്റെ സൈസ് ആണ് യൂസ് ചെയ്യുന്നത് അതുമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.